ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ വസുന്ധര കാത്തിരുന്ന ആനന്ദവർമ്മയുടെ പിറന്നാൾ ദിവസം ഇങ്ങെത്തിയിരിക്കുകയാണ്. ഇന്നത്തോടെ അഖിലും ശ്യാമയുമായിട്ടുള്ള ഒന്നിച്ചുള്ള ജീവിതം താൻ തകർക്കുമെന്നും തന്റെ മകനെ താനിനി ശ്യാമയ്ക്കൊപ്പം വിടില്ലെന്നും പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് വസുന്ധര. കൂടാതെ വർമ്മയും മറ്റുള്ളവരും കാണാതെ ശ്യാമയെ നാണം കെടുത്താനുള്ള ഒരു അവസരവും വസുന്ധര ഐശ്വര്യയ്ക്ക് നൽകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിസ്മയെയും അരുന്ധതിയെയുമാണ്. വർമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന് പാട്ടുപാടാനായി വിസ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശ്യാമ തനിക്ക് വേണ്ടി പാടില്ലെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ശ്യാമയെ എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിക്കാനാണ് അവരുടെ നീക്കം. ഇതിനായി എന്തെങ്കിലും അവസരം കാത്തുനിന്ന അരുന്ധതിക്കും വിസ്മയ്ക്കും സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ദേവകിയെ കാണുമ്പോൾ ഒരായുധമായി തോന്നുകയാണ്. അങ്ങനെ ദേവകിക്ക് പിന്നാലെ തന്നെ അരുന്ധതിയും വിസ്മയും സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്നു. തുടർന്ന് തന്റെ ബാഗിൽ നിന്നും തന്റെ പേഴ്സ് എടുത്ത് ദേവകിയുടെ സഞ്ചിയിലേക്ക് ഇടുകയാണ് അരുന്ധതി. അതിനുശേഷം എന്റെ പേഴ്സ് കാണാനില്ലെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് അരുന്ധതി ബഹളമുണ്ടാക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് ജയേഷ് വരികയും ദേവകിയുടെ സഞ്ചിയിൽ നിന്നും പേഴ്സ് എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദേവകിയെ ജയേഷ് അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് ദേവകി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതി ശ്യാമയെ വിളിച്ച് ഈ കാര്യം പറയുകയാണ്. നിന്റെ അമ്മയെ വെറുതെ വിടണമെങ്കിൽ നീ ഇന്ന് എന്റെ മകൾ വിസ്മയ്ക്ക് വേണ്ടി പാടണം. അങ്ങനെ നിസ്സഹായ അവസ്ഥയില് ശ്യാം അതിന് സമ്മതിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അങ്ങനെ പരിപാടികളെല്ലാം ആരംഭിക്കുകയാണ്. വിസ്മയുടെ പാട്ടോടെ നമുക്ക് ആഘോഷങ്ങൾ തുടങ്ങാമെന്ന് വസുന്ധര പറയുമ്പോൾ എല്ലാവരും അതിനെ ശരിവെക്കുന്നു. അങ്ങനെ വിസ്മയെ പാടാൻ ആരംഭിക്കുകയാണ്. വിസ്മയ്ക്ക് വേണ്ടി മറ്റൊരു മുറിയിലിരുന്ന് പാടുകയാണ് ശ്യാമ. ഇടയ്ക്ക് വെച്ച് വിസ്മയ പാടാതെ നിർത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും അറിയാതെ ശ്യാമ പാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനോടകം തന്നെ അവിടെയുള്ളവർക്കെല്ലാം മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ് വിസ്മയ്ക്ക് പകരം പാടുന്നത് മറ്റാരോ ആണെന്ന്. പെട്ടെന്ന് അരുന്ധതി ശ്യാമ പാടുന്ന ചെല്ലുകയും ശ്യാമയുടെ കൈപിടിച്ച് ബലമായി എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ മൈക്കിന് എന്തോ പ്രശ്നം. വിസ്മയ ഇപ്പോൾ മൈക്ക് മാറ്റിവെച്ച് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് നീ വീണ്ടും എന്തിനാ പാടുന്നതെന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന വർമ്മയും അഖിലും കൂടി ചിരിച്ചുകൊണ്ട് അവരെ നോക്കുകയാണ്. എന്നിട്ട് വർമ്മ പറയുകയാണ്, അതെ, മൈക്കിന്റെ കണക്ഷൻ ഞാൻ അങ്ങ് കട്ട് ചെയ്തതാ. ഇത് കേൾക്കുന്ന അരുന്ധതി പരുങ്ങലോടെ അഖിലിനെയും വർമ്മയെ നോക്കുകയാണ്. അതേസമയം ടെൻഷനോടെ കാറിൽ കയറി ഇരിക്കുകയാണ് വിസ്മയ. വിസ്മയയ്ക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാണെന്ന് തിരിച്ചറിയുമ്പോൾ വസുന്ധരയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.